അപ്പൊ ഗൈസ്, ഞാൻ കരഞ്ഞു മെഴുകിയ വീഡിയോ കണ്ടിട്ട് ആൾക്കാരൊക്കെ ഇപ്പം എനിക്ക് മെസ്സേജ് അയക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഇൻബോക്സിലൊക്കെ വന്ന് പറയുകയും ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഫ്ലാഷ് ബാക്ക്. ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ വെടിയെന്നാ വിളിക്കുന്നത്. ഞാൻ എത്ര കഷ്ടപ്പെട്ട. എന്റെ അമ്മയിലെ സക്കാത്ത് വാങ്ങാൻ പോയിട്ടുണ്ട്, അറിയാമോ? എനിക്ക് ഭക്ഷണം തരാൻ വേണ്ടിയിട്ട് വീടിന്റെ അടുത്തുള്ള ആൾക്കാരടുത്ത് സക്കാത്ത് പോയി വാങ്ങിയിട്ട് എനിക്ക് ഫുഡ് തന്നിട്ടുണ്ട്. ഇത് മോശമായിട്ട് പോവാത്തൊരു സ്ത്രീയെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ എന്നോട് ദേഷ്യം ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയരുത്. അത് ദൈവം ഒരാള് മുകളിലുണ്ട്, ഇതിന് നീ അനുഭവിച്ചില്ലെങ്കിൽ. എനിക്ക് ഡേറ്റ് ഒന്നും ഓർമ്മയില്ല. എനിക്ക് ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് ഒരു സ്ഥലകാല ബോധമില്ലാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് തന്നെ ബോധമില്ല. അങ്ങനെ ഫുള്ള് കിളി പോയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഈ കിളി പോയതിന്റെ പ്രൈമറി സ്റ്റേജിലാണ് ഞാൻ കരഞ്ഞത്. ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. അതിൽ നിന്ന് തന്നെ ഞാന് കുറെ റിയലൈസ് ചെയ്ത് ഇപ്പം കുറച്ചൊക്കെ മൂവ് ഓൺ ആയി. അതുകൊണ്ട് ഞാനിപ്പോ ഓക്കെയാണ്. ഞാന് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഞാനായതുകൊണ്ട് സൂയിസൈഡ് ചെയ്തില്ല. കാരണം അത് അങ്ങനെ ചാവുന്നത് അടിയൊന്നും അല്ല, തലയർത്തിട്ടാ കൂടും. അതായനം അന്നേരം ChatGPT ഗൂഗിളിലെല്ലാം പോയി അടിച്ചു നോക്കി ഹൗ ടു പ്രിവെന്റ് സൂയിസൈഡൽ ടെൻഡൻസി, ഹൗ ടു. അപ്പൊ അവര് പുറത്തിറങ്ങി പോവാ, അങ്ങനെ കുറെ കാര്യങ്ങൾ.